കണ്ണൂരിൽ നിന്നാണ് ഇ അഹമ്മദ് കോളേജ് വിദ്യാഭ്യാസവും ഒപ്പം രാഷ്ട്രീയ രംഗപ്രവേശവും നടത്തുന്നത്. ഇ അഹമ്മദിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിൽ എന്നും താങ്ങും തണലുമായിരുന്നു കുട്ടിയാർമ്പത്ത് റഹീം. ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി കേന്ദ്ര സഹമന്ത്രിയായി ലോകം അറിഞ്ഞ ഇ അഹമ്മദ് രാഷ്ട്രീയത്തിൽ പിച്ചവെച്ച് തുടങ്ങിയത് കണ്ണൂരിലെ മണ്ണിലാണ്. ഇ അഹമ്മദിന്റെ വഴികളിൽ ചുവടുറപ്പിച്ച് മുന്നോട്ടു പോകാൻ ഒരു ആത്മമിത്രമുണ്ടായിരുന്നു എന്നും 2 വർഷം മുൻപ് മരണപ്പെട്ട കുറ്റ്യാപ്പുറത്ത് റഹീം എന്ന കളിക്കൂട്ടുകാരൻ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയായിരുന്നു റഹീം സാഹിബ്. അതിനുമപ്പുറമായിരുന്നു അവരുടെ ആത്മബന്ധമെന്ന് മകൻ PK സാഹിർ പറയുന്നു. അഹമ്മദ് സാഹിബിന്റെ പേരിൽ തന്നെയാണ് ഫാദറും അറിയപ്പെടുന്നത്. ആ രീതിയിലാണ് അവരുടെ ബന്ധം. രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യക്തിബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ലീഗ് സ്പ്ലിറ്റായിരുന്ന സമയത്ത് അഖിലാന്ത്യയിലേക്കിലാണ് എൻ്റെ ഫാദർ പോയിരുന്നത്. അഹമ്മദ് സാഹിബുമായിട്ട് അതിനുശേഷവും നല്ല വ്യക്തിബന്ധമാണ് സ്ഥാപിച്ചത്. ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റ് പദവിയിലൂടെയായിരുന്നു ഇ അഹമ്മദ് തന്റെ രാഷ്ട്രീയ രഥയാത്ര ആരംഭിച്ചത്. ഇതിന് പിന്നിലും ചാലകശക്തിയായത് റഹീം സാഹിബായിരുന്നു. കണ്ണൂരിലെ സിറ്റിയിലെ ഏറ്റവും വലിയ സ്ഥാപനം ദീനുൽ ഇസ്ലാം സഭയാണ്. ആ സഭയുടെ സാരഥികൾ വലിയ അന്നത്തെ ഉന്നതരായിരുന്നു. അഹമ്മദ് സാഹിബ് വളരെ ചെറുപ്പവും ആ സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എൻ്റെ ഫാദറായിരുന്നൊരു കിങ് മേക്കറായിട്ട് അവർക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും കൊടുക്കുകയും ആ സമയത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് അഹമ്മദ് സാഹിബ് എത്തുകയും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണവരാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ സ്ഥാനത്തെ അഹമ്മദ് സാഹിബ് തന്നെയാണ് ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. പിന്നീട് ലീഗ് പിളർന്നപ്പോഴും ഇരുകരകളിൽ ആ ആത്മബന്ധം തുടർന്നു. ഇ അഹമ്മദ് എന്നും ഹൃദയത്തിലേറ്റിയതും എന്നും അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയതും കണ്ണൂർ സിറ്റിയാണ്. അവസാനം കണ്ണൂരിലെ മണ്ണിൽ നിന്നും ഇ അഹമ്മദ് സാഹിബ് അന്ത്യയാത്ര പോകുമ്പോൾ സിറ്റിയും നെടുവീർപ്പിടുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.